ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ S3 EC സ്റ്റുഡൻസിന്റെ സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് ലാബില് എക്സ്പെരിമെന്റ് നമ്പർ 6 സിമ്പിൾ ഡാറ്റ വിഷ്വലൈസേഷൻ അത് പൈത്തൺ ആൻഡ് ഗൂഗിൾ കൊലാബ് യൂസ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ ഫോമിലിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെയും നമുക്ക് എന്ത് വേണം? ഈ മാറ്റ് പ്ലോട്ട് ലിറ്റോട്ട് പൈ പ്ലോട്ടാസ് PLT കാരണം പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാർ ഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു പ്ലോട്ടിംഗ് ടൂളാണ്. നമ്മൾ ഈ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യും. പിന്നെ നമ്പേഴ്സിന് വേണ്ടിയിട്ട് ന്യൂമറിക്കൽ പൈത്തൺ NP ഇമ്പോർട്ട് ചെയ്യും. അതിനുശേഷം നമ്മളുടെ ഡാറ്റ ഞാൻ D2 എന്നും പറഞ്ഞ ഡാറ്റ കൊടുത്തിരിക്കുകയാണ്. 250, 500, 600, 1000 കൊടുത്തു. അപ്പം ഈ ബാർ ചാർട്ടിന് വേണ്ടിയിട്ട് ബാർ എന്നുള്ള ഒരു കമാൻഡ് ഉണ്ട്. അത് ഇതിനകത്തുള്ളത് PLT-ക്കകത്തുള്ളത് PLT.bar-of നമ്മൾ അതിന്റെ റേഞ്ച് കൊടുക്കണം. റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെന്ത് ഓഫ് D2, D2 ഇതാണ് ബാർ ഗ്രാഫിന്റെ സിൻടാക്സ് വരുന്നത്. അപ്പൊ ഇത് റെക്ടാങ്കുലർ ഫോമിൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഡാറ്റ ഇത് കിട്ടും. അതായത് 250 ഒരു റെക്ടാങ്കുലർ ബോക്സ് ആ ഒരു ഹൈറ്റിൽ, പിന്നെ 500 ഹൈറ്റിൽ, 600 ഹൈറ്റിൽ, 1000 ഹൈറ്റിൽ, ഇവിടെ അതായത് ഈ ഒരു ഫോമിൽ ഇതാണ് ബാർ പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്ത ഡേറ്റ അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ബാർ ഫോമിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ ലെന്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ലെന്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. PLT.bar-of ലെന്ത് ഓഫ് D2 അതിന്റെ റേഞ്ച് കൊടുക്കണം. എങ്കിലേ നമുക്ക് റെക്ടാങ്കുലർ ആയിട്ടുള്ള ബോക്സസ് കിട്ടത്തുള്ളൂ, ബാർ ഗ്രാഫ് കിട്ടത്തുള്ളൂ. അതൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടി. അതായത് 250 250 ഉണ്ടായിരുന്നു. അടുത്ത ഡേറ്റ എന്ന് പറയുന്നത് 500 ആണ്. നെക്സ്റ്റ് ഡേറ്റ 600, ലാസ്റ്റ് ഡേറ്റ 1000. ഇങ്ങനെ ഒരു ബാർ ഫോമിൽ നമുക്ക് ബാർ ഗ്രാഫ് കിട്ടും. അതാണ് ബാർ ഗ്രാഫിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ബാർ. ഇനി ഇത് ഹൊറിസോണ്ടൽ, ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിപ്പം വെർട്ടിക്കൽ ആണ്, ഇതിനെ ഹൊറിസോണ്ടൽ ആക്കാം. അപ്പൊ ഇവിടെ ബാർ H എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇത് തിരിച്ച് ഹൊറിസോണ്ടൽ ഫോമിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടും. അതൊന്ന് നോക്കാം. ഓക്കെ, ബാർ H കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ഫോമിലായി. വെറും ബാർ കൊടുക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ഫോമിലായിരിക്കും ബാർ ഗ്രാഫ് വരുന്നത്. ബാർ ഗ്രാഫിനകത്ത് ഈ കൊടുത്ത പോയിന്റ്സ് ആണ് ഈ ബാർ ഫോമിൽ വന്നിരിക്കുന്നത്. 250, 500, 600, 1000 എന്ന് പറയുന്നത്. ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലെന്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം, അതിന്റെ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാറ്റർ പ്ലോട്ടാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലോട്ടാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. സ്കാറ്റർ പ്ലോട്ട് കണ്ട് ഈ ഒരു ഫോമിൽ ഇരിക്കും. അതായത് രണ്ട് ഡാറ്റ തമ്മിലുള്ള റിലേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗിലെ റിഗ്രഷൻ അനാലിസിസിലൊക്കെ നമ്മൾ സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യും. ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആണ് വരുന്നത്. ഒന്ന് ഡിപ്പെൻഡന്റ് ആൻഡ് ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എക്സും വൈയും കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടിന്റെയും ലെന്ത് സെയിം ആയിരിക്കണം. അത് ഓർക്കണമെങ്കിൽ നമുക്ക് ആ സ്കാറ്റർ പ്ലോട്ട് പ്ലോട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു സ്കാറ്റർ പ്ലോട്ട്. അത് നമ്മൾ പൈത്തണിനകത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് ഡേറ്റ കൊടുത്തിട്ടുണ്ട്, വൈ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെയും ലെന്ത് സെയിം ആയിരിക്കണം, നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. അതിനുശേഷം ഓൾറെഡി നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ബാർ ഗ്രാഫിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും അത് എഴുതാഞ്ഞത്. അതായത് ഈ matplotlib.pyplotas PLT-യും numpyയും വേണം. ഓക്കെ, ഇവിടെ ഓൾറെഡി റൺ ചെയ്തുകൊണ്ട് ഞാനത് വീണ്ടും എഴുതുന്നില്ല. ഓക്കെ, ഇവിടെയും അതിന്റെ ആവശ്യമുണ്ട്, ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. ഇനി ആ PLT എന്തെടുത്താൽ മതി? PLT.scatter-of x, സ്കാറ്റർ എന്നുള്ള കമാൻഡ് ഉണ്ട്. അത് PLT-ക്കകത്താണ്. PLT.scatter-of x, PLT.show കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട രീതിയിൽ ഒരു സ്കാറ്റർ പ്ലോട്ട് കിട്ടും. ഓക്കെ, അതാണ് സ്കാറ്റർ പ്ലോട്ട്. ഈ ഒരു ഫോമിൽ സ്കാറ്റർ പ്ലോട്ട് കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സ്കാറ്റർ പ്ലോട്ട്. ഓക്കെ, ഇതാണ് സ്കാറ്റർ പ്ലോട്ട്. എക്സ് ഡേറ്റയുണ്ട്, വൈ ഡേറ്റയുണ്ട്. അതിന്റെ റിലേഷൻ രീതിയിൽ സ്കാറ്റേർഡ് ഫോമിൽ നമുക്ക് ഗ്രാഫ് കിട്ടും. അപ്പോൾ നോർമലി ഇത് നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസിന്റെ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിലെ രണ്ട് വേരിയബിൾസിന്റെ റിലേഷനാണ് സ്കാറ്റർ പ്ലോട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈ കൊടുക്കുമ്പോൾ അതിന്റെ ലെന്ത് സെയിം ആയിരിക്കണം. അതാണ് സ്കാറ്റർ പ്ലോട്ട്. അത് റാൻഡം നമ്പർ വെച്ചിട്ടുള്ള ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കേസിൽ നോൺ നമ്പേഴ്സ് ആണ്. എക്സ് ഇത്ര നമ്പേഴ്സ് കൊടുത്തു, വൈ ഇത്ര നമ്പേഴ്സ് കൊടുത്തു.
ഇനി സെക്കൻഡ് റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് നമ്പർ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ മാറ്റ്പ്ലോട്ലിബ് SPLT ഇമ്പോർട്ട് ചെയ്തു. എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു 20 റാൻഡം നമ്പർ എക്സിലേക്ക് അസൈൻ ചെയ്തു, 20 റാൻഡം നമ്പർ വൈയിലേക്ക് അസൈൻ ചെയ്തു. കാരണം സ്കാറ്റർ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടിലെ ലെന്ത് സെയിം ആയിരിക്കണം. 20 ആയിട്ട് കൊടുത്തു. ദെൻ PLT ഡോട്ട് സ്കാറ്റർ ഓഫ് എക്സ് വൈ, PLT ഡോട്ട് ഷോ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് എക്സ് പ്രിന്റ് വൈ. ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്കാറ്റർ പ്ലോട്ട് റാൻഡം നമ്പേഴ്സിന്റെ കിട്ടും. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? എക്സും വൈയും റാൻഡം നമ്പേഴ്സ് എടുത്തു. അത് 20 നമ്പേഴ്സ് ആണ് എടുത്തത്. എന്നിട്ട് PLT ഡോട്ട് സ്കാറ്റർ, ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സിൻടാക്സ് ഇതിന്റെ നെയിം തന്നെയാണ്. ഇപ്പം ബാർ ആണെങ്കിൽ PLT ഡോട്ട് ബാർ, അതുപോലെ സ്കാറ്റർ ആണെങ്കിൽ PLT ഡോട്ട് സ്കാറ്റർ, ഹിസ്റ്റോഗ്രാം വരുമ്പോൾ PLT ഡോട്ട് ഹിസ്റ്റ്, എല്ലാം നെയിം തന്നെയാണ് കമാൻഡായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് റാൻഡം നമ്പേഴ്സ് വെച്ചിട്ടുള്ള സ്കാറ്റർ പ്ലോട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് റാൻഡം നമ്പർ, നമ്മളെടുത്ത 80 നമ്പർ വെച്ചിട്ടുള്ള സ്കാറ്റർ പ്ലോട്ട്. നമ്മൾ ഒന്നും കൂടെ റൺ ചെയ്യുമ്പോഴത്തേക്ക് വേറെ സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ് വെച്ചിട്ടുള്ള പ്ലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഹിസ്റ്റോഗ്രാമാണ്. ലാസ്റ്റ് നമ്മളിവിടെ ബോക്സ് പ്ലോട്ട് ചെയ്തു. PLT ഡോട്ട് ബോക്സ്, ബാർ പ്ലോട്ട് PLT ഡോട്ട് ബാർ, സ്കാറ്റർ PLT ഡോട്ട് സ്കാറ്റർ. ഈ ബാർ ഗ്രാഫിനകത്താണെങ്കിൽ ലെന്തിന്റെ കാര്യം ഓർക്കണം. ഓക്കെ, സ്കാറ്റർ പ്ലോട്ടിന്റെ കേസിൽ ലെന്ത് സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കറൻസ്, ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ആണ് ഹിസ്റ്റോഗ്രാം. ഈ ഒരു ഫോർമാറ്റിൽ വരും ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഹിസ്റ്റോഗ്രാം നോക്കാം. ഇവിടെ ആണെങ്കിൽ ഹിസ്റ്റോഗ്രാം റാൻഡം നമ്പേഴ്സ് വെച്ചിട്ടുള്ളതും ആണ് ചെയ്തിരിക്കുന്നത്. റാൻഡം നമ്പേഴ്സ് ഒരു 100 റാൻഡം നമ്പേഴ്സ് എടുത്തു. പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PLT വേണം, അതുപോലെ ന്യൂമറിക്കൽ പൈത്തൺ NPയും വേണം. ഹിസ്റ്റോഗ്രാം കിട്ടാൻ വേണ്ടി PLT ഡോട്ട് ഹിസ്റ്റ് ഓഫ് ഡേറ്റ D1. ഓക്കെ, അപ്പം ഇവിടെ D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ NP ഡോട്ട് റാൻഡം ഡോട്ട് റാൻഡ് ഓഫ് 100 എന്നാണ്. അപ്പോൾ 100 റാൻഡം നമ്പേഴ്സ് വരും. അപ്പം അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് വെച്ചിട്ട് നമുക്ക് ഹിസ്റ്റോഗ്രാം കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും വരുന്നതിന്റെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ഹിസ്റ്റോഗ്രാം ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ്. നമുക്ക് നേരത്തെ കൊടുത്ത പോലെ ഏതെങ്കിലും ഒരു ഡേറ്റയുടെയും നോൺ ഡേറ്റയുടെയും നമുക്ക് ഹിസ്റ്റോഗ്രാം എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സിമ്പിൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഡാറ്റ വിഷ്വലൈസേഷൻ യൂസിങ് പൈത്തൺ. മെഷീൻ ലേണിംഗ് പോലത്തുള്ള സബ്ജക്ട്സിൽ നമുക്ക് ഡാറ്റ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും. അതിന് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് ഡാറ്റ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നോർമലി യൂസ് ചെയ്യാറുള്ള ടൂൾസ് ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ലൈൻ പ്ലോട്ട്, കണ്ടിന്യൂസ് പ്ലോട്ട്, സ്റ്റെം പ്ലോട്ട്, ഡിസ്ക്രീറ്റ് പ്ലോട്ട്, നെക്സ്റ്റ് ബോക്സ് പ്ലോട്ട്, PLT ഡോട്ട് ബോക്സ് പ്ലോട്ട് ഓഫ് ഡേറ്റ. അതിനകത്തുള്ള എൻട്രീസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. അതുപോലെ അതിൽ നിന്ന് ഔട്ട്ലെയർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാർ പ്ലോട്ട്, ഓരോന്നിൻ്റെയും ഡേറ്റ ബാർ ഫോമിൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്തത് സ്കാറ്റർ പ്ലോട്ടാണ്. ഇപ്പോൾ 2 ഡേറ്റാസ് കൊടുക്കണം, ഈക്വൽ ലെന്ത് ആയിരിക്കണം. ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ റിലേഷൻസ് കിട്ടും. പിന്നെ നമ്മൾ റാൻഡം നമ്പേഴ്സ് വെച്ചിട്ടും സ്കാറ്റർ പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്തത് ഹിസ്റ്റോഗ്രാം ആണ്. റാൻഡം നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് സിമ്പിൾ ഡാറ്റ വിഷ്വലൈസേഷൻ. എനിക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.